ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ നിന്ന് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ. അങ്ങനെ മാധവാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുടിക്കാൻ പോകുമ്പോഴേക്കില്ല ആ മദ്യക്കുപ്പി എടുത്ത് മാറ്റാൻ വേണ്ടി പോവാട്ടോ. എടി തൊട്ടു പോരുത് എന്റെ കുപ്പി, തൊട്ട് കരുതിന്റെ കൈ ഞാൻ ഓടിക്കും എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് അഷിത വരുവാണ്. അതിനുശേഷം ലയ വീണ്ടും ആ മദ്യക്കുപ്പി എടുക്കാൻ പോകുമ്പോഴേക്കും മാധവ് ലയയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാൻ പോവാട്ടോ. ആ കൈ തടയാണ് അഷിത ആയിട്ട് പറയുന്നുണ്ട്. മാധവി, നിനക്ക് നാളൂലടാ പെണ്ണുങ്ങളെ ഇങ്ങനെ തല്ലാനായിട്ട്. കെട്ടിക്കൊണ്ടുന്ന ഭാര്യ തല്ലണതേ ആണത്തോ അല്ലടാ, അത് ശരിക്കും പറഞ്ഞാൽ നീ കാണിക്കുന്ന ഒരു വിഡ്ഢിത്തമാടാ എന്ന് പറയാണ്. ഓ, ഇതാരാ വന്നേക്കണത്? ഓ, എന്റെ ഏടത്തിയാണോ? ഏടത്തി കാര്യത്തിൽ ഇടപെടുന്നുണ്ട് കേട്ടോ. എന്താണ് പറയാ, പിന്നെ ഞാൻ ഏത് കാര്യത്തിലാണ് ഇടപെടേണ്ടത്? ഏടത്തിന്റെ ഭർത്താവില്ല ആണത്തുള്ളവൻ, അയാളെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ടടാ. നീ പറഞ്ഞ ശരിയാണ്, എന്റെ ഭർത്താവ് അമ്മയുടെ വാക്ക് കേട്ട് നടക്കുകയാണ്. പക്ഷെ എന്ന് വെച്ചാൽ നിന്നെ പോലെ കുടിച്ച് കൂത്താടി റോഡ് സൈഡൊന്നും കിടക്കാറില്ലടാ എന്ന് പറയാണ്. എനിക്കറിയാം നീ നിന്റെ അമ്മയുടെ പാശപ്പുറത്ത് തീർക്കേണ്ടതാണെന്നൊക്കെ, പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം നശിച്ചില്ലേ? നീ മുമ്പ് എന്താ ആണോ ചെയ്തത് അത് തന്നെയാ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഇഷിതയുടെ ജീവിതം നീ തകർത്തു, ഇപ്പതേ പാവ ലയയുടെ ജീവിതം നീ തകർക്കുന്നു. ഓരോ സമയത്തും നീ രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് തകർത്തത്. അതിനെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിക്കാണ്. ഇതൊക്കെ കേട്ട് മാധവ് പറയുന്നുണ്ട്, ഏടത്തി ഇക്കാര്യത്തിൽ ഇടപെടണ്ട. എന്റെ കുപ്പി ഇവള് കളയാൻ നോക്കി, അതേ കളയും. ലേ, നീ കൊണ്ട് കുപ്പിയിലെ മദ്യം എടുത്ത് ഒഴിച്ചു കള. വേണ്ട, അതിന് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് എന്ന് മാധവ് പറയുമ്പോ അഷിത പറയണ്ടേ, എടാ പൈസ കൊടുത്ത് വിഷം മേടിക്കുക, നിന്നോട് ആരാടാ പറഞ്ഞത്? പോയി ഒഴിച്ചു കളഞ്ഞോ, ഇവനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അഷിത മാധവന് രണ്ട് കൈയും പുറകിലേക്ക് പിടിച്ച് തിരിച്ചിന് പിടിക്കാട്ടോ. അതിനുശേഷം അതാണ് അഷിത പറയണ്ടല്ലേ, ഇനി വെച്ച് താമസിക്കാൻ പാടില്ല, നമുക്ക് ഇവനെ ഇപ്പൊ തന്നെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോ മാധവ് പറയണ്ടേ, എന്നെ എവിടേക്കും കൊണ്ടുപോകണ്ട, ഞാൻ ഇവിടെ കിടക്കും, ഇവിടെ ഇരുന്ന് ഞാൻ മദ്യപിക്കും ആണോ? എങ്കിലത് കാണുന്നവരാടാ, നാണുണ്ടോടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഈ പാവം പെൺകുട്ടി എന്ത് നിന്നോട് പിഴച്ചടാ? നിങ്ങൾ എങ്ങനെ ജീവിച്ചതായിരുന്നു, ഇപ്പൊ നീ എന്താ ഇങ്ങനെ എന്നൊക്കെ പറയാണ്. ഇഷിതനെ നഷ്ടപ്പെട്ട് തന്നെ കുറ്റബോധം കൊണ്ടാണ് നീ ഇങ്ങനെ കുടിക്കണതൊക്കെ എനിക്കറിയാം, അല്ലാതെ നിന്റെ അമ്മയടുത്തുള്ള വാശി കൊണ്ടതല്ല നീ ഇങ്ങനെ ചെയ്യണത്. നോക്ക്, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. ഇഷിതയുടെ കല്യാണം കഴിഞ്ഞു, യോഗ്യനായിട്ടുള്ള ഒരു ഭർത്താവ് അവളുടെ കൂടെ ഇപ്പൊ ഉണ്ട്, അവള് ഗർഭിണിയാണ്. നിനക്ക് നല്ലൊരു ഭാര്യനെ കിട്ടി, പക്ഷെ അതിനെ നോക്കാൻ പോലും നിനക്ക് വയ്യ. എടാ, നീയൊക്കെ പിന്നെ എന്തിനാണ് നടക്കുന്നത് ആണോ എന്ന് പറഞ്ഞിട്ട്? അയ്യോ, നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താവിന് ഇതുപോലത്തെ ഉപദേശം കൊടുത്ത് നന്നാക്കാൻ നോക്ക്, എന്നെ നന്നാക്കാൻ വരണ്ട എന്ന് പറയാണ്. നിന്നെ നന്നാക്കാൻ പറ്റുന്നത് ഞാനൊന്ന് നോക്കട്ടേടാ എന്ന് അഷിത പറയാണ്. ലയെ കൈ പിടിക്ക്, ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ലയെ അഷിതയെ കൂടി വലിച്ചിങ്ങനെ വലിച്ച് കാറിലേക്ക് കയറ്റിയിട്ട് മാധവനെ കൂട്ടിക്കൊണ്ട് നേരെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാട്ടോ. അതേസമയം മനസ്സുരി ആണെങ്കിൽ ആകെ വിഷമിച്ച് ഇതൊക്കെ കണ്ടിട്ട് ഒന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. അവിടെ തന്നെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് അവര്. അങ്ങനെ ലയയും അതുപോലെ തന്നെ അഷിതയെ കൂടി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എത്തി. അവിടെ എത്തുമ്പോഴേക്കും മാധവ് ചോദിക്കുന്നുണ്ട്, ഇത് ഏതാ സ്ഥലം? ഇത് ഏതാ സ്ഥലമെന്ന് അഷിത പറയട്ടെ. ഇത് ബാറാണ് എന്ന് പറയണേ. ബാറോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മാധവ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ശേഷം ആ ബോർഡ് വായിക്കുന്നുണ്ട്, മുക്തി എന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേരിട്ടോ. ഡി അഡിക്ഷൻ സെന്റർ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അത് കാണുന്ന മാധവ് പറയണ്ടോ, ഹോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുവന്നതാണല്ലേ? അതെ, കൊണ്ടുവന്നതാണ് എന്ന് അഷിത പറയുമ്പോ, നോക്കി ഇടത്തി, ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ഇടത്തിയുടെ എല്ലാ ബഹുമാനവും അതുപോലെ തന്നെ ഇത് തന്നെ തന്നിട്ടുണ്ട്, പക്ഷെ ഇനി ഞാനത് തരത്തില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്നത്? അത് നിന്നെ നന്നാക്കാൻ പറ്റുന്നു, ഞങ്ങളൊന്ന് നോക്കട്ടെ. വേണ്ട, ഞാൻ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞിട്ട് മാധവ് പോകാൻ പോകുമ്പോഴേക്കും ലയയും അതുപോലെ തന്നെ നമ്മുടെ അഷിതയെ കൂടി പിടിച്ചു വെക്കുവാണ്. അപ്പോഴേക്കും അവിടെ രണ്ട് സ്റ്റാഫ് വരുന്നുണ്ട്. അവർ രണ്ട് സ്റ്റാഫ് കൂടി, നിങ്ങൾ വിട്ടോ, ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മാധവന് രണ്ട് കൈ പിടിക്കുകയാണ്. നിങ്ങൾ വിട്, എന്റെ കൈ വിട് എന്ന് മാധവ് ഉറക്കെ വിളിച്ച് കരയുമ്പോ ആ സ്റ്റാഫുകൾ പറയേണ്ടത്, നോക്ക്, മര്യാദയ്ക്ക് അകത്തേക്ക് കയറിക്കും, ഡോക്ടർ ഇതൊക്കെ കണ്ട് അകത്തിരിപ്പുണ്ട്, മര്യാദക്ക് വന്നില്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ 10-12 പേര് ഇവിടെ ഉണ്ട്, എല്ലാവരും കൂടി പിടിച്ച് നിങ്ങൾ അകത്തേക്ക് കൊണ്ടുവരും, മര്യാദക്ക് വാ എന്ന് പറഞ്ഞിട്ട് മാധവന്റെ കൈ പിടിച്ച് വലിച്ച് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓ, ഇദ്ദേഹത്തിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോ മാധവ് ഒന്നും വിട്ടുന്നില്ല. അപ്പൊ അഷിത പറയട്ടെ, ഇയാളുടെ പേര് മാധവ് എന്നാണ്, വളരെ നല്ല ചെറുപ്പക്കാരനായിരുന്നു. എന്റെ പേര് അഷിത, ഞാനാ ഡോക്ടർ വിളിച്ചത്. ഓ, മനസ്സിലായി, ഇഷിതയുടെ ചേച്ചിയല്ലേ? അതെ, ഇത് ലയ, മാധവിന്റെ ഭാര്യയാണ്. ഓ അതെയോ, മാധവ് ഇതുവരെയൊക്കെ ആരാ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോ മാധവ് പറയട്ടെ, ഇവരോ, ഇവര് എന്റെ ഇടത്തി, അത് എന്റെ ഭാര്യ ലയ
അത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഓഹോ ഭാര്യയാണെന്നുള്ള ബോധമൊക്കെ ഉണ്ടല്ലേ എന്ന് പറയുമ്പോഴേക്കും ലയ പറയുന്നുണ്ട്, മാധവ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഡോക്ടർ, വളരെ നല്ല സ്വഭാവമായിരുന്നു. മാധവ് ഒരു പെണ്ണിനെ മുമ്പ് പ്രണയിച്ചിരുന്നു എന്നിങ്ങനെ പറയാണ്. അത് കേട്ട് അശ്വിത പറയുന്നുണ്ട്, ലയെ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, പറയണേ ചേച്ചി, എല്ലാം പറയണം. ആ പെൺകുട്ടി ആരാന്ന് ഞാൻ പറയുന്നില്ല ഡോക്ടർ, ഒരു പെൺകുട്ടിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടി ഗർഭിണിയാവില്ലെന്ന് ഇയാളുടെ അമ്മ ഇയാളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ എന്നിട്ട് ഇയാള് ആ പെൺകുട്ടിയെ വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഉപേക്ഷിച്ചു. അതിനുശേഷം ആ പെൺകുട്ടി ഇപ്പൊ വേറൊരാളെ വിവാഹം കഴിച്ച് ആ പെണ്ണ് ഇപ്പൊ ഗർഭിണിയാണ്. അതറിഞ്ഞ പിന്നെ ഇയാളെ മാനസിക നില തെറ്റി എന്ന് പറയാണ്. ഇത് കേട്ട് ഡോക്ടർ പറഞ്ഞു, ഓഹോ അപ്പൊ ഒരേ സമയം രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നിങ്ങൾ തകർത്തു അല്ലേ? ഒന്ന് നിങ്ങൾ പ്രണയിച്ച് കുട്ടികളാവില്ലെന്ന് തെറ്റിദ്ധരിച്ചപ്പോ നിങ്ങൾ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു. രണ്ടാമത് ഈ പെണ്ണിനെ വിവാഹം കഴിച്ചു, ഇവരുടെ ജീവിതം നശിപ്പിച്ചു. എടോ തനിക്ക് ഇങ്ങനെ കുടിച്ച് കൂത്താടാനാണെങ്കിൽ എന്തിനാണോ ഇവരുടെ കഴുത്തിൽ താലി കെട്ടിയത്? ഇവരുടെ ജീവിതം താൻ എന്തിനാണോ വെറുതെ കളഞ്ഞത്? മര്യാദയ്ക്ക് താൻ താലി കെട്ടിയില്ലെങ്കിൽ വേറെ നല്ല ചെറുപ്പക്കാരി ഇവരെ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചാരെ. അപ്പോ മാധവ് പറയുന്നുണ്ട്, ഡോക്ടർ എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്ക് ഒരു കുഴപ്പമില്ല. തന്നെ വിടാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ, തന്നെ ശരിയാക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാണ്. അപ്പോഴേക്കും മാധവ് പെട്ടെന്ന് തന്നെ അവിടെ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പറയുന്നുണ്ട്, ഒന്നും കൊണ്ട് പേടിക്കേണ്ട, അയാൾ നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങട്ടെ, കുട്ടി പേടിക്കേണ്ട. നിങ്ങളുടെ ഭർത്താവ് മുമ്പ് എങ്ങനെയായിരുന്നോ അതിനേക്കാളും തേജസ്സും ഓജസ്സോടെ നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ തിരിച്ചു തരും എന്ന് ഡോക്ടർ ലയക്ക് ഉറപ്പ് കൊടുക്കാണ്. താങ്ക്സ് ഡോക്ടർ എന്ന് ലയ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആകാശിനെ കേട്ടോ. ആകാശ് ജോലിക്ക് പോകാൻ വേണ്ട സമയത്ത് നമ്മുടെ സുബി ചോദിക്കേണ്ട, ആകാശ് ജോലിക്ക് പോകാൻ വേണ്ടി പോവാണോ? അതെ, ഞാൻ സുബീനെ കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അത് നല്ല കാര്യമാണ്, ജോലിക്ക് പോകണ മുമ്പ് എന്നെ കാണുന്നത്. എന്താ ആകാശ്, അല്ല നീ ഇന്നലെ ഒരു വലിയൊരു വാചകം നടത്തിയല്ലോ രചനയുടെ മുമ്പിൽ, നിനക്ക് അങ്ങനെ പറയാൻ ഒരു നാണവുമില്ലേ? രചന എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്ക് ഒരുപാട് പണവും ആസ്തിയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോഴല്ലേ നിനക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് തോന്നിയത്? അപ്പോഴേക്കും സുബി പറയുന്നുണ്ട്, പണം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ആകാശ് എന്ന് പറയുമ്പോഴേക്കും, നീ എപ്പോഴും മഹേഷിനെ തോൽപ്പിക്കുന്നു പറയുന്നുണ്ട്. മഹേഷിന്റെ ഒരു രൂപത്തിൽ തൊടാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? പക്ഷെ ഞാൻ നിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നിനക്ക് മഹേഷിനെ തോൽപ്പിക്കാൻ പറ്റും. അതിനു വേണ്ടി നീ എന്നെ വിവാഹം കഴിക്കണമെന്ന് മാത്രം. ഒരിക്കലും ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ലടി. രചനനെ വിട്ടുകളയാനും പോകുന്നില്ല. രചന എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? രചനയെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, പിന്നെയല്ലേ നിന്റെ വിവാഹം കഴിക്കാൻ പോണത്. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് നിങ്ങളെന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ കൊള്ളാം. ഇതുവരെ ഞാൻ സുബി നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഇനി നീ ഇതുപോലത്തെ വർത്താനോട് പറഞ്ഞ നിന്റെ ഉദ്ദേശം ഇതാണെന്ന് ഞാൻ രചനയെടുത്ത് പറയും. ആകാശ് പറഞ്ഞു, ഞാൻ പറയും നീ എന്നെ ബലമായിട്ട് കീഴ്പ്പെടുത്തി, അതുകൊണ്ടാണ് ഞാൻ ഈ ആവശ്യം നിന്നോട് പറയണത്. ഞാൻ അങ്ങോട്ട് പറയും. അയ്യേ നിനക്ക് നാണില്ല ഇങ്ങോട്ട് പറയാൻ എന്ന് പറയുമ്പോ, ഇല്ലാത്ത കാര്യമാണെങ്കിലും ഞാൻ അങ്ങനെ പറയും, അവളത് വിശ്വസിക്കുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് രചന വരുക. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഞാൻ അറിയാതെ എന്ന് പറയുമ്പോ സുബി പറയണ്ട, അത് വേറെ ഒന്നുമല്ല രചന, ഞാനും ആകാശോട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെ കുറിച്ച് പറയായിരുന്നു. ആ ബിസിനസ്സിൽ ആകാശ് എന്റെ പങ്കാളി ആവാണെങ്കിൽ ആകാശിനെ കൊള്ളാം, അല്ലെങ്കിൽ പങ്കാളിയാക്കാൻ എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് സുബി അവിടെ നിന്ന് പോവാണ്. അപ്പൊ ആകാശിനോട് രചന ചോദിക്കേണ്ട, അവൾ എന്തൊക്കെയാ ആകാശ് പറയണത്? എനിക്കറിയില്ല, എനിക്ക് ആ ബിസിനസ്സിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോവാണ്. രചനയ്ക്ക് ചെറിയൊരു സംശയം വന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതേനെയാണ്. ഇഷിത ചായ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് അവിടേക്ക് വരുന്നുണ്ട്. ഇഷിത, ഞാൻ മഹേഷിനെ കാണാൻ നിൽക്കുമായിരുന്നു. എന്താ മഹേഷ്? ഇവിടെ മഹേഷിന്റെ അച്ഛനും സുചിത്രക്കും രണ്ട് ടെൻഷനാണുള്ളത്. മഹേഷിന്റെ അച്ഛന് ടെൻഷൻ നമ്മുടെ വിനോദ് പക വീട്ടാൻ വേണ്ടി ആകാശിന്റെയും അൻസാരിയുടെ അടുത്തേക്ക് പോകുമെന്നുള്ളത് ഓർത്തിട്ടാണ്. സുചിത്രക്കാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് കല്യാണം മുടങ്ങുമെന്നുള്ള ടെൻഷനാണ്. ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു അനുഭവം അവൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ടോ, ഒന്നും സംഭവിക്കില്ല. അല്ല അതിനെ വിനോദ് ഇവിടെ തിക്കുന്നുമില്ല, അതായിരിക്കും ടെൻഷൻ. മഹേഷ്, ഞാനൊരു കാര്യം പറയട്ടെ, എന്താണോ നമുക്ക് അവിടെ രജിസ്റ്റർ മാരേജ് നടത്തിയാലോ? ഇനി മുഹൂർത്തെടുത്ത് കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, രജിസ്റ്റർ മാരേജിന് അത്ര വലിയ സമയമൊന്നും വേണ്ടല്ലോ. അത് താൻ പറഞ്ഞത് ശരിയാണ്, നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിക്കാം. അതാ നമുക്ക് നാളെ തന്നെ ചെയ്യിപ്പിച്ചാലോ? നാളെയോ? അതെങ്ങനെയാണ് നാളെ തന്നെ ചെയ്യാം മഹേഷ്, അതാണ് നല്ലത്. അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ശരി, താൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം, നാളെ തന്നെ അവിടെ രജിസ്റ്റർ മാരേജ് നടത്താം. പക്ഷെ ഇത് സർപ്രൈസ് ആക്കാം, എല്ലാവർക്കും ഒരു സർപ്രൈസ്. നാളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിനോദിന് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുവരാം, താൻ വീട്ടുകാരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരണം. ശരി എന്ന് നിഷിത പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ നമ്മുടെ വിനോദിനെ കൂട്ടിക്കൊണ്ട് മഹേഷ് നമ്മുടെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോവാണ്. വിനോദിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആകാശാണെങ്കിൽ ഇവര് ഇഷിതയും അതുപോലെ മഹേഷിനെ ആക്സിഡന്റിൽ പെടുത്താൻ വേണ്ടി എന്തോ ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെ പ്രൊമോ തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.